ഒപ്പം ഇപ്പോൾ ജുബിത എന്ന കലാകാരിയുണ്ട്. അവർ നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ട ആളാണ്. പക്ഷേ ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ നിരവധി സിനിമയിൽ നിന്നും ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവരിലേക്ക് തന്നെ തിരിയാം. ഞാൻ എങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ എപ്പിസോഡായിട്ട് ഇങ്ങനെ എഴുതിയപ്പം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു, തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട്, അവരൊക്കെ പറഞ്ഞു ഇത് സിനിമയായിട്ട് എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു. എന്താ കുഴപ്പമുണ്ടോ? നാറി ആയിക്കോട്ടെ. എഴുതും, പകല് ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റാ. അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ, ശരീരം വേണമെന്ന്. ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കെയറിങ് ചെയ്യാം, 1.5 ലക്ഷം രൂപയൊന്നും വേണ്ട. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. 2018 ഞാൻ വാക്കുതർക്കുണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി. ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ച് 3ാമത്തെ ദിവസമായപ്പോ 2-3 ദിവസമാണ്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കാം. രോഹിണി ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രോഹിണിക്ക് എന്നെ അടിക്കണോ, 1-2 അടിച്ചോ, പക്ഷേ ഇറങ്ങടോ. നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും, ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ എന്തോ റെസ്റ്റോറന്റ്, അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. അതിപ്പോ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് സാറ് വിളിച്ചത്. കാരണം എന്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഏജ് ആയിരിക്കും. എനിക്ക് സങ്കടം വരിക എപ്പോഴും പറയുമ്പോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും. തുള്ളി കണ്ണീര് പോലും വിട്ടാൽ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു, ഞാൻ വരില്ല, എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ, എനിക്ക് വിധിയില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം. പിന്നെ മാമുക്കോയ അങ്കിള്, നമ്മളെ മലയാളി, ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അവിടെ വെച്ച് ഞാൻ അത് ക്ലോസ് ചെയ്തു. ഒരു അബദ്ധം പറ്റിപ്പോയി, നമ്മളെ കൈ വെടിയരുത്. അവിടെ നിൽക്കാൻ